അപ്പൊ ഇന്ന് നമ്മളെ കയ്യിലുള്ളത് സാംസങ് S23 Plus എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ഷോപ്പ് വർക്ക് വന്നതാണ് കൊറിയർ ആയിട്ട്. ഇതിന്റെ കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ലോഗോ റീസ്റ്റാർട്ട്, ലോഗോ വരും റീസ്റ്റാർട്ട് ആവും, വീണ്ടും ലോഗോ വരും റീസ്റ്റാർട്ട് ആവും. ഇതുപോലെ ഇത് കോമൺ ആയിട്ട് വരുന്നത് CPU കംപ്ലൈന്റാ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ CPU ചെയ്യാൻ നോക്കാം. ഇതാണ് സാംസങ് S23 Plusന്റെ ബോർഡ്. ഇത് ഫുള്ള് എ സൈഡും ഓക്കെയാണ്, ബി സൈഡും ഓക്കെയാണ്. ഇതുവരെ കളിക്കാത്ത ഫ്രഷ് ബോർഡാണ്. ഇവിടെയാണ് CPU വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് CPU റീബോളിമൊക്കെ കിടക്കാം. ആദ്യം നമ്മൾ റാം റിമൂവ് ചെയ്യണം. ഡബിൾ ഡെക്കറായിട്ടാണല്ലോ ഇതിൽ CPU റാം വരുന്നത്. അപ്പോൾ ആദ്യം റാം റിമൂവ് ചെയ്യുക, അതിനുശേഷം CPU റിമൂവ് ചെയ്യുക. പിന്നെ അത് ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ കറക്റ്റ് റീബോൾ ചെയ്തെടുക്കുക. കറക്റ്റ് റീബോൾ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ റാമും റീബോൾ ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് റീഫിക്സിങ് ആണ്. റീബോൾ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണിത്. പക്കയായിട്ട് റീബോൾ ചെയ്തെടുത്തിട്ടുണ്ട്, ബോർഡും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ സാംസങ് S23 Plusന്റെ വർക്ക് CPU വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഓക്കെയാണ്. പക്ഷെ ഓൾറെഡി ഇത് റീസ്റ്റാർട്ട് കംപ്ലൈന്റ് ആയിട്ട് റീസെറ്റ് ചെയ്തിട്ട് ഡാറ്റ മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും റീസ്റ്റാർട്ട് കംപ്ലൈന്റോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. ഷോപ്പർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൊറിയർ ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളി.